ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മല്ലിയെക്കുറിച്ചാണ്. മല്ലി വെറുതെ നിങ്ങളുടെ കിച്ചണിലുള്ള ഒരു മസാലപ്പൊടി മാത്രമല്ല, ഇത് ആയുർവേദത്തിലുള്ള വളരെ വീര്യമുള്ള ഒരു ഔഷധം കൂടിയാണ്. പല ആയുർവേദ മരുന്നുകളിലും ഉപയോഗിച്ചു വരുന്ന മല്ലിയും മല്ലിയിലയും നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അസുഖങ്ങളിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. മല്ലി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ധാന്യക എന്നാണ് പറയുക, സംസ്കൃതത്തിൽ ഇതിനെ ധാന്യക എന്നാണ് പറയുക. ഇതിൻ്റെ വീര്യം എന്ന് പറയുന്നത് ചൂടാണ്, ഹോട്ട് പൊട്ടൻസി ആണ്. അതുപോലെ തന്നെ മധുര വിഭാഗമാണ് ഇത്. അതുപോലെ ത്രിദോഷങ്ങളെ ഇത് ബാലൻസ് ചെയ്യുന്നുണ്ട്. വാതപിത്ത കഫങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മല്ലി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബെനഫിറ്റ്സിലേക്ക് വരാം. ബെനഫിറ്റ്സിലേക്ക് വരുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ആണ്. നന്നായി ഇമ്മ്യൂണിറ്റി തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലുള്ള സെല്ലുലാർ ഡാമേജിനെ തടയാൻ സഹായിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണോ ബൂസ്റ്ററായിട്ട് നമുക്ക് ഈ ഒരു മല്ലി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കുന്ന ുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറക്കാൻ. പലപ്പോഴും പലരും തടി എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ബോഡി വെയിറ്റ് വളരെ കൂടുതലാണ്, ബോഡി മൊത്തമായിട്ടൊരു നീർക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്. ഇത് കുറക്കാൻ വേണ്ടിയിട്ടും മല്ലി വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനാണ്. ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ തടയാനും കൊളസ്ട്രോള്, BP ഇതൊക്കെ കുറക്കാനും നമുക്ക് മല്ലി ഉപയോഗിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ചെറുതേനൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ, അതായത് ഒരു 5 to 6 ഗ്രാം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ വളരെ സഹായകമാണ്. നമ്മൾ ഈ പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറി പൗഡർ വാങ്ങിയതൊന്നും ഉപയോഗിക്കരുത്. വീട്ടിൽ തന്നെ മല്ലി വാങ്ങി പൊടിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കും നമുക്ക് മല്ലി ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹം കുറക്കാനും ഈ ഒരു മല്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രമേഹമുള്ളവർക്ക് നമുക്ക് മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ടും സഹായകമാണ്. എന്ന് പറയുന്നത് ഇതൊരു ന്യൂറോ പ്രൊട്ടക്റ്റീവാണ്. അതായത് നമ്മുടെ നെർവ് സെൽസിന് ഉണ്ടാവുന്ന ഡാമേജ് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു മല്ലി കഴിക്കുന്നത് മൂലം സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ കുറക്കാൻ നല്ലതാണെന്ന്. അതുപോലെ ഈ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ നെർവ്സൊക്കെ ഡാമേജ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ മല്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം പറ്റും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗട്ട് ഹെൽത്തിനാണ്. നമ്മുടെ ഗട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക്, അതായത് ചില സമയത്ത് IBS പോലുള്ള കണ്ടീഷൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അത് ഉള്ളവർക്ക്, അല്ലെങ്കിൽ അസിഡിറ്റി പോലെ പ്രശ്നങ്ങളുള്ളവർക്ക്, ബ്ലോട്ടിംഗ് ഉണ്ടാവാം, ഇങ്ങനെയുള്ളവർക്കൊക്കെ മല്ലി വളരെ നല്ലതാണ്. നമ്മുടെ ഡൈജഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ രുചിയില്ലായ്മയൊക്കെ ഉണ്ട്, ഇൻഡൈജഷൻ മൂലം രുചിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആ രുചി വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് മല്ലി ഉപയോഗിക്കുന്നത് മൂലം പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും മല്ലി വളരെ നല്ലതാണ്. ബ്രെയിൻ ഹെൽത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പാർക്കിൻസൺസ് അല്ലെങ്കിൽ അൽഷേമേഴ്സ് പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനും അത് തടയാൻ വേണ്ടിയിട്ടും നമുക്ക് മല്ലി ഉപയോഗിക്കുന്നത് മൂലം പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇതിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് തടയാൻ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം പറ്റും. സാൽമണല്ല ബാക്ടീരിയക്കെതിരെയൊക്കെ പ്രവർത്തിക്കാനുള്ള കഴിവ് മല്ലിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി, ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് മല്ലി ഉപയോഗിക്കുന്നതിലൂടെ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് മുഖത്തുണ്ടാവുന്ന ആക്നെ പോലുള്ള പ്രശ്നങ്ങൾക്ക് മല്ലി ഉപയോഗിക്കാവുന്നതാണ്. ആക്നെ, മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ അകത്തോട്ട് കഴിക്കുന്നത് മൂലവും നമ്മുടെ ഗട്ട് ക്ലിയർ ആവുന്നത് മൂലവും, അതുപോലെ തന്നെ നമുക്കിതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുഖക്കുരുവിന് ഫേസ് പാക്കായിട്ട് നമുക്ക് മല്ലിയില ഉപയോഗിക്കാവുന്നതാണ്. മല്ലിയില അരച്ചിടുന്നത് ആക്നെ കുറക്കാനും അല്ലെങ്കിൽ മുഖക്കുരു കുറക്കാനും സഹായിക്കും. അതല്ല നമുക്ക് മുഖത്തിന് നല്ലൊരു ഫേസ് ഗ്ലോ കൂടെ ആവശ്യമാണെങ്കിൽ മല്ലിയില അരച്ചതിലോട്ട് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിലോട്ട് കടലമാവ് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിന് നല്ലൊരു മുഖകാന്തി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ മുഖക്കുരു കുറക്കാനും ആക്നെ കുറക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മല്ലിയില നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം നമുക്ക് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടി സഹായിക്കും. നമുക്ക് സാലഡ്സിലൊക്കെ നമുക്ക് മല്ലിയില ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറികളിൽ നമ്മൾ മല്ലിയില
മസാലക്കറികളിലൊക്കെ മല്ലിയില ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറക്കാനും ഇത് സഹായകമാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ ബോഡി വളരെ ചൂടുള്ള സമയങ്ങളിൽ പിന്നെ നമുക്ക് ബേണിംഗ് സെൻസേഷൻ പുകച്ചിൽ ഉണ്ടെങ്കിൽ ബോഡിക്ക്, അതുപോലെ ബോഡി ഒന്ന് ഡീടോക്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, ലിവറൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, ബോഡി മുഴുവനായിട്ടൊന്ന് ഡീടോക്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കും, ബോഡി ഒന്ന് കൂൾ ചെയ്യണം എന്ന് തോന്നുന്നവർക്ക്, ഇപ്പോൾ നമുക്ക് സമ്മറൊക്കെയാണ്, വളരെ ചൂട് കൂടുതലാണ്, അങ്ങനെയുള്ള സമയത്ത് ബോഡി കൂളാവാനും, തലയിലൊക്കെ നല്ല ചൂടുള്ളവരുണ്ടാവും, ഈ ചൂട് സമയത്ത് ചൂട് കാരണം മുടി കൊഴിച്ചിലുണ്ടാവും, അങ്ങനെയുള്ളവർക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് മല്ലി. അങ്ങനെ പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ സമ്മറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ധാന്യഗാദി ഹിമ എന്ന് പറയുന്ന ആയുർവേദിക് പ്രിപ്പറേഷൻ. വളരെ ഈസിയാണ്, നമുക്കൊരു 2 മിനിറ്റ് മതി. ഇത് നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു 10 ഗ്രാം മല്ലിയാണ്. മല്ലി ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അത് നിങ്ങൾ ഒരു ഗ്ലാസ്, ഒരു 100 ml വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക, അടച്ചു വെക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് അത് അരിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അതിൽ കുറച്ച് കൽക്കണ്ടം കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. കൽക്കണ്ടം ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിക്കണമെന്നില്ല, കൽക്കണ്ടം ഒഴിവാക്കാം. അതല്ല എങ്കിൽ കുറച്ച് കൽക്കണ്ടം കൂടെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ല കൂളിംഗ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ക്ലിയർ ആക്കാനും നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാനും ഈ ഒരു ഡ്രിങ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ആയുർവേദത്തിൽ ഒരു ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്, ഹിമ പ്രിപ്പറേഷൻ എന്ന് പറയും, ധാന്യഗാദി ഹിമ. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മല്ലിയുടെ ഇലയും കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ ഇത് യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.